വിശദമായ വാർത്തകളിലേക്ക്. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതിയുമായി മറ്റൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ന് ഉച്ചയോടെ 23-കാരി ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകി കഴിഞ്ഞു. ഗർഭിണിയാകണമെന്ന് പറഞ്ഞുവെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചു എന്നും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പരാതിയിലുള്ളത്. എന്തായാലും വീണ്ടും ഗുരുതരമായ പരാതി വരുമ്പോൾ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. ഇതുവരെയും അന്വേഷണ സംഘത്തിന് പിടികൊടുക്കാതെ രാഹുൽ ഒളിച്ചുകളി തുടരുകയാണ്. ശക്തമായ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു അന്വേഷണത്തിൽ ഇതുവരെയും രാഹുലിനെ കണ്ടെത്താൻ പോലും സാധിക്കാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഗുരുതരമായ പരാതി രാഹുലിനെതിരെ ഉയരുന്നത്. ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഇപ്പോൾ 23-കാരി പരാതി നൽകിയത്. പരാതിക്ക് പിന്നാലെയാണ് ഈ അന്വേഷണം വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യമുള്ളത്. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, പുതിയ പരാതിയിൽ എന്തൊക്കെയാണ് ഗുരുതര വെളിപ്പെടുത്തൽ? പെൺകുട്ടിക്കെതിരെ അതിക്രൂരമായ ലൈംഗിക അതിക്രമമാണ് ഈ രാഹുൽ മാങ്കൂട്ടം MLA നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള പരാതിയാണ് ഇപ്പോൾ പുതിയ പരാതിയായി KPCC നേതൃത്വത്തിന് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പെൺകുട്ടി ആ ദിവസം തന്നെ ഈ ഇരുവർക്കും VD സതീശനും ഒപ്പം തന്നെ സണ്ണി ജോസഫിനും പരാതി നൽകിയിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയം മുമ്പ് സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ്, KPCC അധ്യക്ഷൻ പ്രതികരിച്ചത് ഇത്തരത്തിലാണ്: തനിക്ക് ലഭിച്ച ആദ്യ പരാതിയാണ് ഇന്ന് ലഭിച്ചതെന്നാണ്. പക്ഷേ അത് പച്ചക്കള്ളം എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ആദ്യം ഇത്തരത്തിൽ പീഡനത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ഘട്ടത്തിൽ തന്നെ ഈ KPCC നേതൃത്വത്തെയും ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു. ആ പരാതി മെയിലായി നൽകിയിരുന്നു എന്ന് സംബന്ധിച്ചുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇന്നത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് KPCC നേതൃത്വത്തിന് ലഭിച്ച പരാതി നേരെ DGPക്ക് കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. DGPക്ക് ഈ പരാതി കൈമാറിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 ലൈംഗിക അതിക്രമ പരാതികളാണ് നിലവിലെ സാഹചര്യത്തിൽ ലഭിച്ചിട്ടുള്ളത്. പരാതിയായി ലഭിച്ചിട്ടുള്ളത് 2 നേരത്തെ ആക്ഷേപമായി ഉയർന്നിട്ടുള്ളത് മറ്റു നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഈ തരത്തിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഈ പരാതികളിലൂടെ പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയ പെൺകുട്ടിയുടെ വളരെ മോശമായി തന്നെ ആ പെൺകുട്ടിയെ സൈബറിടങ്ങളിൽ ആക്രമിക്കുന്നത് പോലും നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ആ പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ചെയ്തികൾ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ട് അതിനെ വലിയ രീതിയിൽ ന്യായീകരിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ സൈബർ പോരാളികൾ അത്തരത്തിൽ പ്രതികരിക്കുന്ന അത് നമുക്ക് സൈബറിടങ്ങളിൽ കാണാൻ സാധിച്ചു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം നടക്കുന്നു. അപ്പോൾ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, 28-ാം തീയതിയാണ് ആദ്യം ഈ പീഡനത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരിട്ടെത്തി പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഏകദേശം 1 മണിക്കൂറിലധികം ഈ പെൺകുട്ടി പരാതികൾ തൻ്റെ വിഷമം പറയുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ഈ വിവരങ്ങൾ പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്ക് ഈ യുവതി പരാതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് അതിന് തൊട്ടു പിന്നാലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് സർക്കാർ സംവിധാനങ്ങളും പോലീസും കടക്കുന്നു. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ പിറ്റേന്ന് അതേ ദിവസം 29-ാം തീയതി രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്ക് സമീപത്തെ ഒരു അഭിഭാഷകനെ കാണാനായി നേരിട്ട് വീട്ടിലെത്തി അഭിഭാഷകന് ജാമ്യാപേക്ഷ നൽകാനുള്ള ഇതിൽ വക്കാലത്തിൽ ഒപ്പിടാൻ രാഹുൽ മാങ്കൂട്ടം തന്നെ നേരിട്ടെത്തി വക്കാലത്തിൽ ഒപ്പിടുന്ന സാഹചര്യം. അപ്പോഴും സംസ്ഥാന പോലീസ് നോക്കുകുത്തിയായി നിന്നിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പോലീസും
സർക്കാർ സംവിധാനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് ചിലയിടങ്ങളിൽ ഈ രാഷ്ട്രീയ വിവാദമായി ഇതിനെ കത്തിപ്പടർത്താൻ തന്നെ സഹായം നൽകുന്നു എന്ന് സംബന്ധിച്ചുള്ള സംശയവും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നാളെ രാഹുൽ മാങ്കൂട്ടം ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു പെൺകുട്ടി ഈ ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ജാമ്യാപേക്ഷ നാളെയാണ് വഞ്ചൂർ കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ആ പരിഗണിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു പരാതി ഇന്ന് രാവിലെ KPCC നേതൃത്വത്തിന് ലഭിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഒരു കുരുക്കിലേക്ക് കൂടി വീണിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടം ആദ്യം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ലൈംഗിക പീഡനം നടത്തിയ പെൺകുട്ടിക്ക് കുട്ടി ജനിക്കാൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ കുട്ടിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഈ കുട്ടിയെ നശിപ്പിക്കാനായി അതിനെ ഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം പല ഘട്ടങ്ങളിൽ ശ്രമിച്ചിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് ഒരു ശബ്ദ സംഭാഷണമായി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ ആ ശബ്ദ സംഭാഷണത്തെ ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടം പുറത്തെത്തുന്ന ഒരു രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് ആ പെൺകുട്ടി പരാതി നൽകുന്നത്, മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി നൽകുന്നത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും അടുത്തൊരു പരാതി KPCC നേതൃത്വത്തിൽ ലഭിക്കുന്നു. ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി തൻ്റെ രാഷ്ട്രീയ സ്വാധീനത്താലും ഒപ്പം തന്നെ MLA പദവിയും ദുരുപയോഗം ചെയ്ത് പെൺകുട്ടികളെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പരാതികൾ പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, വിനീഷ ഈ സൂചിപ്പിച്ചതുപോലെ പരാതിയുടെ ഏറ്റവും പുതിയ പരാതിയുടെ ഉള്ളടക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, മുൻപ് വന്ന ചാറ്റുകളിൽ പോലും രാഹുൽ സൂചിപ്പിച്ചത് തന്നെയാണ് നിർബന്ധിപ്പിക്കുകയാണ് ഗർഭിണിയാകാൻ എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് രാഹുലിൻ്റെ മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായൊരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു ആൾ തന്നെയല്ലേ രാഹുൽ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എത്രത്തോളം ഗുരുതരമായൊരു പരാതിക്കുള്ളിലെ ആ ഒരു ഉള്ളടക്കം കണ്ടാൽ പോലും കേരളത്തിലെ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിക്കൂടാ അത്. വിനീഷ, ഞാൻ ഒരു നിമിഷം ഇടപെടുകയാണ്. ഇപ്പോൾ K മുരളീധരൻ കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. സമൂഹത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ ഞങ്ങൾ നൽകിയത്. അപ്പോൾ പേരില്ലാത്ത പരാതിയാണെങ്കിൽ പോലും ആ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡന്റ് അത് DGPക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ തുറന്നുള്ള നടപടികൾ, കാരണം ഇത് നിലവിലുള്ള ഇപ്പോൾ അന്വേഷിക്കുന്ന അതേ സംഭവം തന്നെയാണ് പരാതി രൂപത്തിൽ പാർട്ടിക്ക് കിട്ടിയത്. ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിലുള്ള വിഷയമാണ് പാർട്ടിയുടെ മുമ്പിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അതിജീവിത എന്നുള്ള നിലയിൽ അവർ തന്ന പരാതി പാർട്ടിക്ക് ഇനി ചെയ്യാവുന്ന കാര്യം DGPക്ക് അയച്ചു കൊടുത്തു. പോലീസുമായി ഏത് കാര്യത്തിൽ വേണമെങ്കിലും പാർട്ടി സഹകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് വളരെ വ്യക്തമായി പ്രസിഡന്റ് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി കൂടുതലൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ല. അത് മിക്കവാറും 11-ാം തീയതി കഴിയുന്നവരെ സർക്കാർ ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കും. സർക്കാരിന് അതിജീവിതയെ സംരക്ഷിക്കണം എന്നല്ല, മറിച്ച് ഇതിങ്ങനെ ലൈവായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീട്ടിക്കൊണ്ടുവന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അത് വ്യക്തമായി പ്രസിഡന്റ് തന്നെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അത് അദ്ദേഹത്തിനോട് ഇനി കാണുമ്പോൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇനി കാണാൻ. പിന്നെ എന്തിനാണ് ഈ പോലീസ് എന്തിനാണ് പോയി സസ്പെൻഷൻ? പാർട്ടിക്ക് ഇനി ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ചെയ്ത പ്രവൃത്തി കാരണമാണ് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറ്റിയത്. രണ്ടും ഏതാണ്ട് ഒരു ഇത് തന്നെയാണ്, പുറത്താക്കലും സസ്പെൻഷൻ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അത് അവരുടെ ഇഷ്ടമുള്ള പരാതി, അതിൽ ഏത് ഭാഷ ആണെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. രാഹുലിന്റെ പുതിയ പരാതിയുമായി ബന്ധപ്പെട്ട K മുരളീധരനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടത്. വിനീഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. വിനീഷ്, ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളും ഈ ഒരു നിലപാട് തന്നെയാണുള്ളത്. പാർട്ടിയുടെ നടപടി സ്വീകരിച്ചു എന്നുള്ള ലാഘവമായ നിലപാടാണ് രാഹുൽ വിഷയത്തിൽ
ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നത് പോലും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ പരാതിയിലെ ഉള്ളടക്കം അത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാഹുലിൻ്റെ മാനസിക വൈകൃതം അത് ഇത്രത്തോളമായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത്രത്തോളം ഗുരുതരമായൊരു കുറ്റകൃത്യം നടത്തിയിട്ട് ആ ഒരു കുറ്റകൃത്യം നടത്തിയ ആളിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ കൈയൊഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കെ മുരളീധരൻ്റെ വാക്കുകൾ നിലവിലെ സാഹചര്യത്തിൽ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ വിഷയത്തെ CPM ഉപയോഗിക്കുന്നു എന്ന് സംബന്ധിച്ച് പറഞ്ഞു വയ്ക്കാൻ മാത്രമാണ് കെ മുരളീധരൻ ശ്രമിക്കുന്നത്. എന്തായിരുന്നാലും കൈയൊഴിയുന്ന തരത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. കെ മുരളീധരൻ്റെ വാക്കുകളിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ച സാഹചര്യത്തിൽ KPCC നേതൃത്വം DGPക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. ആ പരാതിയിൽ മേലുള്ള അന്വേഷണം നടക്കും. രാഹുൽ മാങ്കൂട്ടം നിയമവിധേയമായി സ്വീകരിക്കേണ്ട നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചോട്ടെ എന്ന നിലപാട് മാത്രമാണ് ഇപ്പോൾ KPCC നേതൃത്വം സ്വീകരിക്കുന്നത്. അതിന് സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് കെ മുരളീധരൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. കാരണം ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതികൾ ലഭിക്കുമ്പോഴും സർക്കാരും പോലീസ് സംവിധാനങ്ങളും ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്ക് കടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ ജാമ്യാപേക്ഷ കോടതിയിലെത്തുമ്പോഴും ഈ കാര്യത്തിൽ സർക്കാർ നിലപാട് എന്തായിരിക്കും, സർക്കാർ അഭിഭാഷകൻ്റെ നിലപാട് എന്തായിരിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്. കാരണം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു യുവതി കേരള ജനതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു യുവതി പരാതി നൽകിയപ്പോൾ ആ പരാതിയുടെ പ്രതിയെ പിടികൂടാൻ മുഖ്യമന്ത്രിക്കോ പോലീസ് സംവിധാനങ്ങൾക്കോ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമുക്ക് പല ഘട്ടങ്ങളിലായി ഇപ്പോഴുള്ള ഒരു സർക്കാർ നിലപാടുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം സർക്കാർ ഇത് രാഷ്ട്രീയ ലാഘവത്തോടു കൂടി ഈ വിഷയത്തെ ഉപയോഗിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള സംശയം അത് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുമ്പോൾ അത് അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക. അതേസമയം തന്നെ എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നതാണ് മറുചോദ്യമായി ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകാൻ സൗകര്യമൊരുക്കിയത് ആര് എന്ന ചോദ്യവും ഇപ്പോൾ BJP ചോദിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി ഒരു യുവതി നൽകിയിട്ടും അതിൽ നടപടിയിലേക്ക് കടക്കാത്തതിന് പിന്നുള്ള ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് പിടികൂടാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. വിനീഷ്, എന്തായാലും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, പരാതികൾ പുറത്തു വരികയാണ്. എന്നിരുന്നാൽ കൂടിയും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയും അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ കൂടി ചേർന്നുണ്ട്. അരുൺ, എന്തായാലും പാലക്കാടുമില്ല, തിരുവനന്തപുരത്തുമില്ല, രാഹുൽ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ബാക്കിയുള്ളത്. എന്താണ് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. മറ്റൊരു യുവതിയുടെ കൂടെ പരാതി പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നൊരാവശ്യം ശക്തമാകുന്ന സാഹചര്യം തന്നെയാണ് പാലക്കാട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാർ ഉൾപ്പെടെ രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണം, പോലീസ് അതിനുവേണ്ട നടപടികളിലേക്ക് കടക്കണമെന്നുള്ളൊരാവശ്യവുമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ കോൺഗ്രസ് ആണെങ്കിലും അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നത് ഈ വിഷയത്തിൽ പരാതിയുണ്ടോ, ഏതെങ്കിലും തരത്തിൽ പരാതിയുണ്ടോ എന്നുള്ളതായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒന്നല്ല 2 പരാതികൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഈ 2 പരാതികളിൽ ആദ്യ പരാതി ഉണ്ടായി 6 ദിവസം പിന്നിട്ടിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാത്തത് അത് ബോധപൂർവമാണെന്നുള്ള വിമർശനം പരക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കണം. രാഹുലിനെ കണ്ടെത്താൻ ഏതായാലും കേരള പോലീസിന് കഴിയാത്തതല്ല. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഈ രാഹുൽ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ബോധപൂർവം കടക്കാത്തതാണ് എന്നുള്ള വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് രാഹുലിന് എതിരെ ശക്തമായ നടപടി വേണം, രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യവും BJP ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും പാലക്കാടിൻ്റെ MLA ഇത്തരത്തിലൊരു സ്വഭാവ വൈകൃതത്തിന് ഉടമയാണ് എന്നുള്ളത് നിരന്തരം ഈ യുവതികളുടെ പരാതികളിലൂടെ പുറത്തു വരുമ്പോൾ പാലക്കാടൻ ജനതയും വലിയ ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. കാരണം തങ്ങൾ വിജയിപ്പിച്ചു വിട്ട വ്യക്തി ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതത്തിനുടമയാണെന്നത് മാത്രമല്ല, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളുടെയൊക്കെ വീടുകളിൽ കയറി ഇറങ്ങിയ വ്യക്തികളാണ്. അങ്ങനെ തങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് തീർത്തും വലിയ ഞെട്ടൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം ഒന്നടങ്കം പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, മുൻപ് ശക്തമായ പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. കാരണം പാലക്കാട് രാഹുൽ കാലുകുത്തിയാൽ അത്രത്തോളം പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയാണ് BJP യുവമോർച്ച അടക്കം. അതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ഈ ഒരു വിഷയത്തിൽ ലാഘവമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇരട്ടത്താപ്പല്ലേ, കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതികൾ നേരത്തെയും ലഭിച്ചിരുന്നു, എന്നാൽ അതൊക്കെ ലഭിച്ചത് ഇപ്പോഴാണെന്നുള്ള ചില പച്ചക്കള്ളങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഈ ഒരു നിലപാട്, ഇത്തരത്തിൽ ലാഘവമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അതൊരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ? വിഷ്ണു, തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അങ്ങേയറ്റം ഇരട്ടത്താപ്പാണ് അവർക്കുള്ളത് എന്നുള്ളത് അവർ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, രാഹുലിനെതിരെ ആദ്യം ഈ വിഷയങ്ങൾ ഉയരുന്നത് ഈ യുവതിയും രാഹുലുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലായിരുന്നു പ്രധാനമായിട്ടും രാഹുൽ ഇത്തരത്തിൽ ഒരു വ്യക്തിയാണെന്നുള്ളത് പൊതുസമൂഹം അറിയുന്നത്. അത് മാധ്യമങ്ങളിലൂടെ വാർത്തയായതിന് പിന്നാലെ നടപടിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ പിന്നീട് പാലക്കാട്ടേക്ക് വീണ്ടും തിരിച്ചെത്തുകയും ആ തിരിച്ചെത്തിയ സമയത്ത് രാഹുലിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ എത്തിയത് മുഴുവൻ കോൺഗ്രസ് നേതാക്കളായിരുന്നു. അതിനുശേഷം അതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിനെ വീട്ടിൽ ചെന്ന് കാണുന്നു, രാഹുലിനെ കൊണ്ടു നടക്കുന്നു. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾക്ക് ശേഷം പിന്നീട് രാഹുൽ ഓരോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും വീടുകൾ കയറി ഇറങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലൊക്കെ കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ DCC അധ്യക്ഷനായ A തങ്കപ്പനാണെങ്കിലും അല്ലെങ്കിൽ VK ശ്രീകണ്ഠൻ MP ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ വിഷയത്തിലൊക്കെ അവരുടെയൊക്കെ പ്രതികരണം തേടിയപ്പോൾ അവരൊക്കെ ചോദിച്ചത്, ഇതിൽ പരാതിയുണ്ടോ, ഇത് ഒരു പുകമറ മാത്രമല്ലേ